ഹലോ, അപ്പം കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കും. എൻ്റെ പേര് നയന. സോ ഞാൻ കൂടുതലും എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ട്രാവൽ വീഡിയോസാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത്. ഇതുപോലൊരു വീഡിയോ ഫസ്റ്റ് ടൈം ആയിരിക്കും. അതിൻ്റെ കൂടെ കുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എൻ്റെ ഒരു എന്താ പറയുക ജേർണി കേട്ടുകൊണ്ട് ഒരു കഥ കേട്ടുകൊണ്ട് പോവാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ഇത് ആക്ച്വലി എൻ്റെ വെയിറ്റ് ലോസ് ജേർണീനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ഗെയിൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൂടിയ ഒരു വെയിറ്റ് അല്ല. ഞാൻ ചെറുപ്പം തൊട്ടേ നല്ല കുറച്ച് ഹെവി ആയിട്ടുള്ള കൂട്ടത്തിൽ തന്നെയാണ്, കുറച്ച് ഓവർ വെയിറ്റ് തന്നെയായിരുന്നു ചെറുപ്പം തൊട്ടേ. പിന്നെ കുറേ കാര്യങ്ങൾ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ബോഡി ഷെയിം ചെയ്യും, ഒരുപാട് ബോഡി ഷെയിം ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ആൾക്കാർ ബോഡി ഷെയിം ചെയ്യും, കളിയാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മൾ പിന്നെയും ഫുഡ് കഴിക്കും, പിന്നെയും വെയിറ്റ് കൂടും, പിന്നെയും കളിയാക്കും. അതിങ്ങനെ നമ്മൾ ആ ലൂപ്പിൽ കിടന്നങ്ങ് പെട്ടുപോകും. അതങ്ങനെ കുറേ വർഷം നീണ്ടുപോയി. പക്ഷേ ഐ വാസ് കംപ്ലീറ്റ്ലി ആക്റ്റീവ്. ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. എനിക്ക് യാതൊരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിട്ടില്ല, പിന്നെ ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, പീരിയഡ്സ് ഒക്കെ നോർമലായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വെയിറ്റ് കാരണം എനിക്കിതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സോ അതങ്ങനെ പോയി, കുറേ വർഷം അങ്ങനെ പോയി. ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ എന്താ പറയുക എൻ്റെ 20s എൻ്റെ ടീനും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ എക്സ്ട്രീം വെയിറ്റ് എത്തുന്നത്. എൻ്റെ മാക്സിമം വെയിറ്റ് ഞാൻ ഇതുവരെ ഇല്ലാത്ത അത്രയും വെയിറ്റ് ഞാൻ എത്തി. അപ്പോഴാണ് എനിക്ക് കുറേ ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയത്. എനിക്ക് കുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റുന്നില്ല, പിന്നെ വിചാരിച്ച പോലെ ബോഡി അങ്ങോട്ട് അനങ്ങുന്നില്ല. അപ്പം ഭയങ്കര ലെതർജി ഫീലിംഗ്, ഭയങ്കര ക്ഷീണം, പിന്നെ ഒന്നും അങ്ങോട്ട് ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഓടിച്ചാടി നടക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഞാനൊരു ഡിസിഷൻ എടുത്തത്, ഓക്കെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. എനിക്ക് വേണ്ടി എൻ്റെ ഹെൽത്ത് നോക്കാൻ വേണ്ടി എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, നമുക്ക് മെൻ്റലി ഫിസിക്കലി ഓക്കെ ആയാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ചെറിയ മോൾക്ക് 6 മാസം ആയ സമയത്ത് ഒരു ജിമ്മ് ജോയിൻ ചെയ്തത്, ഇവിടെ വീട്ടിന് തൊട്ടടുത്തുള്ളൊരു ജിമ്മ്. അപ്പം എനിക്ക് ഓടിപ്പോയിട്ട് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഞാൻ ഉച്ചയ്ക്കായിരിക്കും പോവുക. അധികം സമയം ഉച്ചയ്ക്ക് 12 മണി അല്ലെങ്കിൽ 2 മണി ആ ഒരു ടൈമിലായിരുന്നു ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നത്. കാരണം മോള് ഉറങ്ങുന്ന ടൈം നോക്കിയിട്ട് വേണമല്ലോ പോകാൻ. അങ്ങനെ ഒരു 2-3 മാസം ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും എടുത്തു, നല്ല രീതിയിൽ വെയിറ്റ് കുറച്ചു. ഇനീഷ്യൽ ആദ്യത്തെ ഒരു 2-3 മാസത്തിൽ തന്നെ നല്ല രീതിയിൽ വെയിറ്റ് കുറച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ്, ഭയങ്കര റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുമ്പം ഒരു ടൈം എത്തുമ്പോൾ നമ്മുടെ ബോഡി സ്റ്റോപ്പ് ചെയ്യാൻ പറയും. അത് നമുക്ക് സിഗ്നൽസ് തന്നു തുടങ്ങും, മതി ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാരണം നമ്മുടെ ബോഡിക്ക് വേണ്ട അത്രയും ന്യൂട്രിയൻസ് കിട്ടുന്നില്ല, വിറ്റാമിൻസ് കിട്ടുന്നില്ല. അപ്പം ഓട്ടോമാറ്റിക്കലി ബോഡി സിഗ്നൽ തരുമല്ലോ. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കണം തോന്നി. ഇതിൻ്റെ സയൻസ് എന്താണ്, ഇതെങ്ങനെയാണ് ബോഡിയിൽ വർക്ക് ചെയ്യുക, ഇങ്ങനെ പഠിക്കാനില്ല ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ ന്യൂട്രീഷൻ്റെ കോഴ്സ് എടുത്തു. ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റായി. ഓൺലൈനായിട്ട് കുറേ ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി, വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്. അവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി എനിക്ക്. അത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു ഞാൻ. അങ്ങനെ ഞാൻ ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു കഴിക്കാൻ. അങ്ങനെ കുറച്ചുകൂടി വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് വെച്ച് തന്നെ ബാലൻസ്ഡ് മീൽസ് കഴിച്ചു തുടങ്ങി. കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത്, ഞാൻ തന്നെ വർക്കൗട്ട് പ്ലാൻസ് റെഡിയാക്കി, ഞാൻ സെൽഫായിട്ട് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പം ഓൾമോസ്റ്റ് 90 kgs ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ 62-63 റേഞ്ചിലേക്ക് എത്തി. ഞാനിവിടെ എൻ്റെ ബിഫോർ ആഫ്റ്റർ പിക്സ് ഇടാം. പിന്നെ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. പക്ഷേ പിന്നെ ഒരു കഴിഞ്ഞ 1-1.5 വർഷത്തിൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു, ആൻസൈറ്റി, സ്ട്രെസ്സ്, പിന്നെ കുറേ ഫാമിലി ഫങ്ഷൻസ് അങ്ങനെ വന്ന് എനിക്ക് ചെറുതായിട്ട് വെയിറ്റ് പിന്നെയും വെയിറ്റ് ഗെയിനായി. ചെറുതായിട്ടൊന്നുമല്ല, കുറച്ച് നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ടായിരുന്നു. കുറേ സ്ട്രെസ് ഈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം വിചാരിച്ചു, ഇപ്പം ഞാൻ എന്തായാലും എൻ്റെ ട്രാൻസ്ഫോർമേഷൻ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡോക്യുമെൻ്റ് ചെയ്യാം. എൻ്റെ ഈ ഒരു ജേർണി, ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്ന ഫുഡ് റൂട്ടീനും കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഓൾമോസ്റ്റ് 1 month ആയി. പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് അപ് ടു ഡേറ്റ് ആയിട്ട്. അപ്പം എല്ലാവരും എന്നെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങളും ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം നമ്മളെപ്പോഴും വെയിറ്റ് കുറയ്ക്കും. ഞാൻ എൻ്റെ ക്ലയൻസിനോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പം ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് അല്ലെങ്കിൽ ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനും നമ്മൾ ഫോളോ ചെയ്യരുത്. കാരണം അത് നമുക്ക് ലോങ് റണ്ണിന് ഒരിക്കലും ബെനിഫിറ്റ് ആയിരിക്കില്ല. നമ്മൾ എന്തായാലും ഒരു പോയിൻ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നിർത്തേണ്ടി വരും. പിന്നെ അത് നിർത്തി കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബാക്കി ഫുഡിനോടുള്ള ക്രേവിങ്സ് കൂടും. സോ ബെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്
കാലറി ഡെഫിസിറ്റായിട്ട് ന്യൂട്രീഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽ കഴിക്കുക. നമ്മൾ ചെറുപ്പം തൊട്ടേ എന്ത് ഫുഡാണോ കഴിച്ചു വളർന്നത് അത് തന്നെ കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക. പിന്നെ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ഡയറ്റൊക്കെ ഫോളോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ദാറ്റ്സ് ജസ്റ്റ് എ ഷോർട്ട് ടേം പ്ലാൻ. ലോങ് ടേമിലേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് എൻ്റെ ചെറിയൊരു സ്റ്റോറി. ഇനി കുറേ ഉണ്ട്, ഇത് വീഡിയോ കുറേ നീണ്ടു പോവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും. സോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട്, ലൈക്ക് ചെയ്യുക, സജഷൻസ് തരിക. ഞാൻ യൂട്യൂബിൽ ന്യൂ ആണ്. സോ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ട്രാൻസ്ഫോർമേഷൻ 2 ലോഡിംഗ് ആണ്. സോ സ്റ്റേ ട്യൂൺ ആൻഡ് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.